സോ ഹലോ വാട്സ്ആപ്പ് ഗൈസ്. സോ ഗൈസ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് വിർച്വൽ ടെന്നീസ് ചാലഞ്ച് എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. ഇതൊരു ടെന്നീസ് ഗെയിമാണ്. നിങ്ങൾക്ക് ഏത് ഫോണിൽ വേണമെങ്കിലും ഈ ഗെയിം കളിക്കാൻ പറ്റും. അതുപോലെ ഇത് 3 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാർക്ക് കളിക്കാൻ പറ്റിയ ഗെയിമാണ്. എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കളിക്കുന്നത്. സോ പ്രസൻറ്റഡ് ബൈ സേഗ എന്ന് പറയുന്നൊരു കമ്പനി ഉണ്ടാക്കിയ ഗെയിമാണ്. സോ ഇവിടെ പ്ലീസ് എൻ്റർ യുവർ ഏജ് എന്ന് കാണിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ഐ വിൽ എൻ്റർ യുവർ ഏജ്, മൈ ഏജ്, ബിക്കോസ് എല്ലാ ഗെയിമിൽ കയറുമ്പോൾ ഒരു ഏജ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അതായത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം, ഒരു 20 കൊടുക്കാം. ഓക്കെ. സോ ഇവിടെ നെക്സ്റ്റ് ഒന്നും എനിക്കൊന്നും വേണ്ട. ആഡ് സപ്പോർട്ടഡ് ഗെയിം കളിക്കാം, അതേ ഉള്ളൂ. ബാക്കിയെല്ലാം പൈസ കൊടുക്കേണ്ടതാണ്. എന്തായാലും ഇതിന് നമ്മൾ കൊടുക്കാം. സോ വിർച്വൽ ടെന്നീസ് ചാലഞ്ച് നമുക്കിവിടെ നമ്മളിവിടെ എന്തൊക്കെയോ നോക്കാൻ തോന്നിയിട്ടുണ്ട്. സെറ്റിങ്സിനോട് നമ്മൾ കയറിയിട്ടുണ്ട്. ഇവിടെ സെറ്റിങ്സ് ഈ ഗെയിമിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറേ സാധനങ്ങൾ സെറ്റിങ്സിനകത്തൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഗെയിം പാഡൊക്കെ ഓൺ ആക്കിയിട്ട് കൊടുക്കാം. ഗെയിം പാഡ് ഓൺ ആയാൽ നമുക്ക് ടെന്നീസ് കളിക്കാൻ പറ്റത്തുള്ളൂ ഈ ഗെയിമിനകത്ത്. നമുക്ക് എക്സിബിഷൻ മാച്ചിലോട്ട് പോകണം, മൾട്ടിപ്ലെയറിലോട്ട് പോകണം, SPT വേൾഡ് ടൂറിലോട്ട് പോകണം. അതെന്തായാലും എക്സിബിഷനിലോട്ട് പോവാം. നോ ക്വിറ്റിംഗ്, ദിസ് ഈസ് ദ ടെന്നീസ്. അതെ, നമുക്ക് എന്തായാലും എക്സിബിഷനിലോട്ട് പോകണം. എക്സിബിഷനിലോട്ട് നമ്മൾ പോയിട്ടുണ്ട്. നമ്മൾ വേറെ ഇതാണ് മൾട്ടിപ്ലെയറിലോട്ട് നമ്മൾ അറിയാതെ കയറി. അതായത് അത് നമ്മളിനി നമ്മളത് കളയുന്നില്ല. സോ നമ്മുടെ ഒരു ക്യാരക്ടറുണ്ട് ഗൈസ്. നമ്മുടെ ക്യാരക്ടർ നമ്മൾക്ക് ഈ ഗെയിമിനകത്ത് ക്യാരക്ടർ സെലക്ഷൻ ഉണ്ട്. അത് നമ്മൾ ആ ഗെയിമിൽ നിന്ന് കുറ്റടിച്ചിട്ടുണ്ട്. അതായത് നമുക്കിനി ക്യാരക്ടർ സെലക്ഷൻ എടുക്കണം. ക്യാരക്ടർ സെലക്ഷൻ എടുക്കണമെന്ന് ഇച്ചിരി പാടാണ്. എന്തായാലും ബ്ലൂടൂത്ത് ഓണാക്കാൻ പറയും. ഞാൻ ബ്ലൂടൂത്ത് ഒന്നും ഓണാക്കുന്നില്ല. പോവാം, SPT വേൾഡ് ടൂറിലോട്ട് പോവാം. അവിടെ ആയിരിക്കും ക്യാരക്ടർ സെലക്ഷൻ ഉള്ളത്. യെസ് ഗൈസ്, നമുക്ക് ടെന്നീസിൽ ഫസ്റ്റ് കയറാനുള്ള അവസരം കിട്ടി. ബോജാൻ ജോവാനിക് ഫെർണാണ്ടോ സാഞ്ചസ് കൊള്ളാമല്ലോ. നമുക്ക് എന്തായാലും ബോജാനെ എടുക്കാം. അവൻ കൊള്ളാം ഫെർണാണ്ടോവിനേക്കാളും. ബോജാൻ കൊടുക്കണ്ട, നമുക്ക് യങ്ങർ ബോയ് കൊടുക്കാം. യങ്ങർ ബോയ് നമ്മുടെ പേര് യങ്ങർ ബോയ് കൊടുക്കാം. ഓക്കെ. സോ യങ്ങർ ബോയ്. ഓക്കെ, ബോയ് പ്രോഗ്രാംസ് വേണ്ട, അത് നമ്മുടെ ചാനലിൻ്റെ പേരാണ്. എൻ്റെ പേര് യങ്ങർ ബോയ്. ഓക്കെ കൊടുക്കാം. ബോജാൻ ജുവാനിക് യങ്ങർ ബോയ് യങ്ങർ ബോയ്. ഓക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. എന്നാലും നമുക്ക് ഇനി ഓക്കെ എടുത്തിട്ട് പോവാം. ടെന്നീസ് ഗെയിം ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ് കളിച്ചിരിക്കാൻ. ഞാൻ കുറേ റിവ്യൂസൊക്കെ കേട്ടപ്പോഴേക്കും എക്സിബിഷൻ മാച്ചാണ് ഇതിൻ്റെ മെയിൻ ഫണ്ണ് എന്നൊക്കെ പറയുവാണെങ്കിൽ. സോ മൺഡേയിലെ മാച്ച് നമുക്ക് പോയി കളിക്കാം. ഇവിടെ ടോക്കിയോ ഉണ്ട്, ലോസ് ഏഞ്ചൽസ് ഉണ്ട്, വാഷിങ്ടൺ DC ഉണ്ട്. നമുക്ക് വാഷിങ്ടണിലോട്ട് പോകണോ, ടോക്കിയോയിലോട്ട് പോകണോ, ലോസ് ഏഞ്ചൽസിലോട്ട് പോകണം? വാഷിങ്ടൺ ആയിരിക്കും നല്ലത്. എന്തായാലും വാഷിങ്ടണിലോട്ട് പോകണം. ടോക്കിയോയിലോട്ട് നമ്മൾ അറിയാതെ നിൽക്കുക കുഴപ്പമില്ല. അവിടെ ആണെങ്കിൽ നമുക്ക് കോയിൻസ് വേണം അങ്ങോട്ട് പോകണമെങ്കിൽ. എന്തായാലും നമുക്ക് വാഷിങ്ടൺ സെലക്ട് ചെയ്ത് അവിടെ പൈസ കൊടുക്കേണ്ട, കോയിൻസ് കൊടുക്കേണ്ട ആവശ്യം കാണത്തില്ല. എന്തായാലും വാഷിങ്ടൺ. ഓക്കെ ഗൈസ്, നമ്മുടെ കയ്യിലുള്ള കോയിൻസ് കൊടുത്താൽ മതി. വാഷിങ്ടണിൽ പോകണ്ട. അപ്പം ടൂർണമെൻറ്റ്സും ഉണ്ട്. ടൂർണമെൻറ്റ്സിന് വേണ്ടി പ്രാക്ടീസ് മാത്രമാണ് ഈ വാഷിങ്ടൺ DC-ലുള്ളത്. അല്ല, നമുക്ക് അവിടെ നിന്ന് കുറ്റടിച്ചിട്ട് എക്സിബിഷൻ മാച്ചിലോട്ട് കയറാം. അവിടെ നമുക്ക് ഇച്ചിരി ട്രെയിനിങ് കിട്ടുമെന്നാണ് ഞാൻ റിവ്യൂസിൽ കേട്ടത്. അതായത് നമുക്ക് ഡബിൾസിലോട്ട് പോവാം. അതാവുമ്പോൾ നമുക്ക് ഈസിയാണ്. ലോസ് ഓഫ് ഗോളോവാനോ അതാരാണ്? ഏതെങ്കിലും ഒരുത്തന്നെ ആരെങ്കിലും ആയിക്കോട്ടെ, ഐ ഡോണ്ട് കെയർ. ഓക്കെ, ആദ്യത്തെ ആഡ് ഈ ഗെയിമിൻ്റെ ഏറ്റവും വലിയ ആഡ് പോയിന്റ് ഏതാണെന്ന് വെച്ചാൽ, ഡ്രോബാക്ക് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിനകത്ത് ഓരോ മാച്ച് കഴിയുമ്പോഴും ആഡുകൾ ഒരു ആഡ് വെച്ച് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഈ ഗെയിമിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ. ഇത് നല്ല ഗെയിമാണ് എന്നാണ് കേട്ടത്. നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണ്ടേ? നോക്കാം. സോ ഗൈസ്, ഹാർഡ് ചാലഞ്ചാണ് നമ്മൾ കയറിയത്.
നമുക്കെന്താ ഹാർഡ്, നമ്മൾ യങ്ങർ ബോയ് അല്ലേ ഗൈസ്. 10 സബ്സ്ക്രൈബേഴ്സ് എടുത്ത യങ്ങർ ബോയ്. നമുക്കൊക്കെ എന്ത് ഹാർഡ്. ഞാൻ സെറ്റിങ്സ് എല്ലാം നോക്കി വെച്ചു. എനിക്ക് ഇപ്പം എല്ലാം ഈസിയായി. നമ്മുടെ ആദ്യത്തെ അടി കൊണ്ടായിരുന്നു നമ്മൾ ജയിച്ചു ഗൈസ്. യെസ്, ജയിച്ചില്ല, നമുക്ക് ഫസ്റ്റ് പോയിന്റ് കിട്ടി. നമ്മൾ ജയിക്കും, നമ്മൾ ജയിക്കും. നമ്മൾ ജയിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഫസ്റ്റ് പോയിന്റ് നമ്മളാണ് എടുത്തത്. അയ്യോ, ബട്ടൺ ഞെക്കി പിടിച്ചതാ, പക്ഷെ ഒന്നും കിട്ടിയില്ലേ ഗൈസ്. അവന്മാരടുത്ത പിടിച്ചു. നമ്മൾ തോക്കത്തില്ല. വി വിൽ നോട്ട് ഡൈ അൺടിൽ ഐ വിൽ ഡൈ. അങ്ങനല്ല, വി വിൽ നോട്ട് ലൂസ്, അത്രേ ഉള്ളൂ. യെസ് ഗൈസ്, നമ്മളങ്ങനെ ജയിച്ചു. സെക്കൻഡ് പോയിന്റ് നമ്മൾ തന്നെ ഒരു ഷോട്ടിൽ എടുത്തിരിക്കുകയാണ്. നമ്മുടെ കൂടെയുള്ള ഒപ്പോണൻ്റാണ് അതെടുത്തത്. ഒപ്പോണൻ്റ് അല്ല, നമ്മുടെ കൂടെ കളിക്കുന്ന നമ്മുടെ കൂടെയുള്ള പ്ലെയർ, അവനാണ് ഉള്ളത്. അവനാണ് സെക്കൻഡ് പോയിന്റ് എടുത്തത്. ഒറ്റ ഷോട്ടിൽ അവനെടുത്ത്. അവനാണ് ഈ ഷോർട്ട് എല്ലാം എടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി ഇരിക്കുമ്പോൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പം അത് പോയി കേട്ടോ. 30-30 ഗൈസ്. സെക്കൻഡ് പോയിന്റ് രണ്ട് ടീമിനും കിട്ടി. ഈ ഗെയിം പിന്നെ നമ്മൾ രണ്ട് പാർട്ടായിട്ടായിരിക്കും നമ്മൾ ഈ ഗെയിം ചെയ്യുന്നത്. പിന്നെ ഈ ഗെയിമിൻ്റെ അടുത്ത പാർട്ട് ഡിലേ അടിക്കും. കാരണം നമ്മൾ ചൈന ടൗൺ വാർസിൻ്റെ ഗെയിം പ്ലേ ഉണ്ട്. ചൈന ടൗൺ വാർസ് ഏകദേശം ഒരു 2 മന്തെങ്കിലും എടുക്കും ഫിനിഷ് ചെയ്യാൻ. നമ്മൾ ജയിച്ചു ഗൈസ്. നമ്മളാണ് പോയിന്റ് ഉണ്ടാക്കിയത്. യെസ്, അങ്ങനെ നമ്മൾ ഫസ്റ്റ് കളി നമ്മൾ ജയിച്ചിട്ടുണ്ട്. അയ്യോ ഗൈസ്, ഏതോ ഒരു ആഡ് കൊള്ളാത്ത ആഡാ ഗൈസ്. ഈ ഗെയിമൊന്നും കളിക്കല്ലോ, കൊള്ളാത്ത ഗെയിമാണ്. നിങ്ങൾ ഈ ടെന്നീസ് കളിച്ചത് നല്ല ഗെയിം. ആഡ് മാത്രമേ ഉള്ളൂ. ആഡ് മാറ്റാൻ വേണ്ടി നിങ്ങൾ പൈസ കൊടുത്താൽ മതി. പൈസ കൊടുക്കണ്ട, പൈസ വെറുതെ പോകും. ആഡ് മാറി കിട്ടുമെന്നേ ഉള്ളൂ. പക്ഷേ അല്ലാതെ ഫണ്ണാണ്. സോ നമ്മൾ വീണ്ടും വേറൊരു മാച്ചിൽ കയറിയിട്ടുണ്ട്. ഈ മാച്ചും പൊളിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ ഹോപ്പ് ഇറ്റ്സ് സോ ഈസി ടു ലൂസ്. ബട്ട് എന്നാ ഇത് മറ്റേവന്മാരുമായിട്ടുള്ള അടുത്ത മാച്ചുണ്ടോ മറ്റേവന്മാരുമായിട്ടുള്ള? ഓ ഗൈസ്, അടുത്ത പോയിന്റും കിട്ടി. ഇത് ഞാൻ 2 മാച്ച് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അത് നല്ല സെറ്റപ്പാണല്ലോ, നല്ല സെറ്റപ്പാണ് ഗൈസ്. ലാസ്റ്റ് മാച്ച് വരെ നമ്മൾ ജയിച്ചൊന്നും പോകുന്നില്ല. അതിനുള്ള ടൈമില്ല ഈ വീഡിയോനകത്ത്. നമ്മുടെ വീഡിയോനകത്ത് SPT വേൾഡ് ടൂറൊക്കെ കാണിക്കണ്ട അല്ലേ? ആണ് ഗൈസ്. ഓ ഗൈസ്, 40ാമത്തെ പോയിന്റ് നമ്മൾ കിട്ടി. നാലാമത്തെ പോയിന്റ് നമുക്ക് തന്നെ കിട്ടി. മൂന്നാമത്തെ പോയിന്റ് നാലാമത്തെ പോയിന്റ് നമുക്ക് കിട്ടി ഗൈസ്. മൂന്നാമത്തെ അല്ലേ? എനിക്കിപ്പം തെറ്റുന്നുണ്ടല്ലോ ഗൈസ്. ഞാൻ പറയുന്ന സാധനം തെറ്റുന്നു. അതായത് നമ്മൾ അടുത്ത കളി നമ്മൾ തന്നെ പിടിച്ചിരിക്കുകയാണ്. അതായത് ഈ കളി മാത്രം മതി. അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കളി കഴിഞ്ഞാലും ഓരോ ആഡ്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കേണ്ട വരും. അതിച്ചിരി കുഴപ്പമാണല്ലേ? യെസ് ഗൈസ്, യെസ്. എന്തായാലും ഇവിടെ എന്തൊക്കെയോ എഴുതാൻ കാണിക്കുന്നുണ്ട്. ഞാനൊന്നും എഴുതുന്നില്ല, എനിക്കത് വേണ്ട. ഇത് ഫുട്ബോളിൻ്റെ ഏതോ വേറൊരു ഗെയിം ഞാൻ കളിക്കുന്നില്ല. ഈ ഗെയിം നമുക്ക് ഇത്രയും മതി. ഈ എക്സിബിഷൻ മാച്ച് പ്രൈസ് മണി ഉണ്ട് 0. അതെന്ത് വർത്തമാനം ഗൈസ്. അത് എന്തായാലും അവർ പറഞ്ഞു നമുക്ക് 0 പോയിന്റ്സ് കിട്ടി. നമ്മൾ 2എണ്ണമെങ്കിലും ജയിച്ചാൽ അതിൻ്റെ ഒരു റെസ്പെക്റ്റ് വേണ്ടേ ഗൈസ്. അവരതുപോലെ നിന്നിട്ടില്ല. ഇച്ചിരി കൊള്ളാത്ത കാര്യമായത്. ടോക്കിയോയിൽ ഇപ്പോഴും നമുക്ക് ടോക്കിയോയിലോട്ട് കയറാനുള്ള പോയിന്റ്സ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ വാഷിങ്ടണിലോട്ട് കയറി. സെമി ഫൈനലാണ് കേട്ടോ, സെമി ഫൈനൽ. ആർക്കാ? സെർവർ എടുത്ത അവനാ ഗൈസ്. നമ്മൾക്കൊരു പ്രൈവസി ഇല്ലേ അളിയ? നമുക്ക് പ്രൈവസി ഇല്ലേ? നമുക്ക് പ്രൈവസി വേണ്ടേ ഗൈസ്? ഈ ഗെയിമിനകത്ത് നമുക്ക് ആ പ്രൈവസി ഇല്ല. അവന് സെർവർ എടുത്ത് ഗൈസ്. നമ്മളത് ചെയ്യാനാണെന്ന് പറ. അതായത് നമ്മൾ തന്നെ നമ്മൾ തന്നെ ഈ കളി ജയിക്കും കേട്ടോ. ഈ കളി ഇച്ചിരി ടാക്റ്റിക്കലാണ്. ബൗൺസ് ചെയ്യുന്ന ബോളെല്ലാം അവൻ പിടിക്കുന്നുണ്ട്. അത് ഇച്ചിരി പാടാണ് ഗൈസ്. അവൻ ഇച്ചിരി വലിയ അടിയൊക്കെ അടിക്കുന്നുണ്ട്. അതിച്ചിരി വലിയ അടി അടിക്കുമ്പം അതെല്ലാം പിടിക്കാൻ ഇച്ചിരി പാടൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ പോയിന്റ് പോയി കേട്ടോ. വലിയ അടി അടിച്ചുകൊണ്ട് ആദ്യത്തെ പോയിന്റ് പോയി. എന്തായാലും ഇങ്ങനെ പറഞ്ഞിരിക്കലൊന്നും ഒരു ലെസണും കൂടെ കിട്ടി ഗൈസ്. അടുത്തടി അവനാണ് ഇപ്രാവശ്യം ഒട്ടേക്ക് അവനായിരുന്നു ഗൈസ്. അവൻ ജയിച്ചു ഗൈസ്. നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് അടുത്ത പോയിന്റും നമ്മൾ തോറ്റിട്ടുണ്ട്.
അടുത്ത പോയിന്റ് നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും കുറ്റു മെയിൻ മെനു അല്ല, കുറ്റു മെയിൻ മെനു വേണ്ട. ഇവനുമായിട്ട് നമ്മൾ ജയിച്ചിട്ടേ ഉള്ളൂ ഗൈസ്. കാര്യം ഞാൻ അറിയാതെ അടുത്താണ്. ഞാൻ ആ കുറ്റു മെയിൻ മെനു പോലും എടുക്കുന്നില്ല ഗൈസ്. ഇവനൊക്കെ നമ്മൾ തോൽപ്പിക്കാൻ വേണ്ടി ഇവനൊക്കെ ട്രെയിനിങ് ചെയ്തിട്ടുണ്ടെന്നാണ് ഗൈസ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ നമ്മളെക്കാളും പ്രൊഫഷണലായിട്ട് കളിക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മൾക്ക് പ്രൊഫഷണാലിറ്റി നമുക്ക് കയറിയിട്ടുണ്ട് ഗൈസ്. അത് കൊള്ളാം. ആ ഗൈസ് ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ 4ാമത്തെ പോയിന്റ് അവൻ പിടിച്ചു. അവൻ സക്സസ്ഫുള്ളായിട്ട് ആ പോയിന്റ് എല്ലാം പിടിച്ചു. പക്ഷെ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് തോക്കുകയാണ് ഗൈസ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യും ഗൈസ് നമ്മളിങ്ങനെ തോറ്റാൽ? ഈ വീഡിയോനകത്ത് കമൻറ്റ് സെക്ഷനകത്ത് പറഞ്ഞു വിട് കേട്ടാ. കമൻറ്റ് സെക്ഷൻ ഈ വീഡിയോനെ കാണത്തില്ല. നമ്മൾ ഗെയിമിംഗ് വീഡിയോസിനൊന്നും കമൻറ്റ് സെക്ഷൻ ഇടത്തില്ല. കാരണം ഗെയിമിംഗ് വീഡിയോസ് ഫുള്ള് വയലൻസ് അല്ലേ. വയലൻസിനെ കുറിച്ച് ആരും ഇവിടെ സംസാരിക്കരുത്. ചില ഗെയിമിംഗ് വീഡിയോസ് വയലൻസ് അല്ല നമ്മുടെ ഇതുപോലത്തെ. പക്ഷെ വേറെ ഇതെല്ലാം വയലൻസ് ആണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയത്തില്ല. ചിലതൊക്കെ നമ്മുടെ ഈ വയലൻസ് ആയിരിക്കും ഫുള്ള് വീഡിയോസ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് കമൻറ്റ്സ് ഞാൻ ഇടാത്തത്. കാരണം വയലൻസ് ഒന്നും എനിക്കത്ര പിടിക്കുന്ന സാധനമല്ല. എനിക്ക് ഗെയിം കളിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സുഖമില്ലേ, അതിൻ്റേതായിട്ടുള്ളൊരു സുഖമില്ലേ ഗൈസ്? ഉണ്ടല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. ഓ ഗൈസ്, 50,000 നമുക്ക് പ്രൈസ് മണി കിട്ടി. ആ കൊള്ളാം. ന്യൂസ് ജനറേഷൻസ് ന്യൂ സ്റ്റാർ മേക്സ് എ ഡെബ്യൂട്ട്. ഓ ഗൈസ്, എങ്ങനെ പോയി പേര് വന്നത് കൊണ്ടോ? പേര് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് രോമാഞ്ചം വരുന്ന പോലെയാണ് വന്നേക്കുന്നത്. എങ്ങനെ പോയി എന്ത് പറഞ്ഞിട്ട് എനിക്ക് വലിയ രോമാഞ്ചമൊന്നും വരുന്നില്ല. കാരണം ആ യങ്ങർ ബോയ് ആണ് ഇപ്പം പോയി തോറ്റേക്കുന്നത്. പക്ഷേ അവർ പറയുന്നത് വി ആർ ദ 2-2. നമ്മളും നമ്മുടെ കൂടെ കളിച്ച ഒപ്പോണൻ്റ് ഇല്ലേ, ഞങ്ങൾ രണ്ടുപേരുമാണ് ഈ ബി എന്തോ കഴിച്ചത് വേറെ കാര്യമായിരുന്നു. സോ നമ്മൾ നമ്മുടെ കൂടെ കളിച്ച ഓപ്പോണൻറ്റും കൂടെയാണ് ഈ വർഷത്തെ ടൂർണമെൻറ്റ് പിടിക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. മീൻ നമ്മളാണ് ഈ വർഷത്തെ ടൂർണമെൻറ്റ് ബീറ്റ് ചെയ്യാൻ പോകുന്നത്. സത്യം നമുക്കല്ലേ അറിയും, നമ്മളാണ് ഈ വർഷത്തെ ടൂർണമെൻറ്റ് തോക്കാൻ പോകുന്ന ആൾ. എന്തായാലും നമുക്ക് ജയിക്കുമോ തോക്കുമോ എന്നൊക്കെ അടുത്ത എപ്പിസോഡ് കാണാം. സോ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട നിങ്ങളെന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാം ചെയ്താൽ മതി. നമുക്ക് 10 ആയിട്ടുള്ളേ ഗൈസ്, നമുക്ക് 20 ഇതുവരെ ആയിട്ടില്ല. സോ നിങ്ങൾ അതാക്കി തരുമോന്ന് ഓഞ്ഞ് പിടിച്ച് കിട്ടുന്ന കാര്യമേ ഉള്ളൂ. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ആൻഡ് ദിസ് ഈസ് യങ്ങർ ബോയ് സൈനിങ് ഔട്ട് ആൻഡ് ബൈ ബൈ. ബൈ അത് തന്നെ. സോ ഗൈസ്, ശരി, ലാഗ് ആയിരുന്നോ ഈ വീഡിയോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എന്തായാലും ഇനി വരാൻ പോകുന്ന വീഡിയോസ് എല്ലാം ഇച്ചിരി ലാഗ് ആയിരിക്കും. നിങ്ങൾ ലാഗ് ആവാതൊന്നും പിടിച്ചിരിക്കണം. സോ അത്രയേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ഗൈസ് ബൈ. അടുത്ത ടെന്നീസിൻ്റെ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. പിന്നെ അടുത്ത ടെന്നീസിൻ്റെ എപ്പിസോഡ് വരാൻ ലേറ്റ് ആവും കേട്ടോ. സോ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അപ്പം ഗൈസ് ബൈ ബൈ.